നമസ്കാരം. ഇതിപ്പോൾ എമ്പുരാൻ സിനിമയ്ക്ക് മുൻപും അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം എന്നിങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് 27-ന് എമ്പുരാൻ സിനിമ റിലീസായതിന് പിന്നാലെ തന്നെ നമുക്കറിയാം അതിലുള്ള പല സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളുടെ പേരിലും ചർച്ചകളും വിവാദങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതുമായി യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുലത്തിൻ്റെ പല ഓഫീസുകളിലും ED റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഏകദേശം 11 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡ് ഇന്നലെ ഒരു 3:30 അതുവരെ റെയ്ഡ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് എത്തിയ യൂണിറ്റാണ് അവിടെ റെയ്ഡ് നടത്തിയത്. ഗോകുലത്തിൻ്റെ മാളുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലെല്ലാം തന്നെ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടുകൂടി ചെന്നൈയിലെ കോടമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോകുലത്തിൻ്റെ ഓഫീസിലും അവിടെ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. അതിന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഗോകുലം ഗോപാലിനോട് അവിടെ എത്താൻ ED ആവശ്യപ്പെടുകയും അവിടെ എത്തി അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകളോളം നീണ്ടു നിന്നിട്ടുള്ള ചോദ്യം ചെയ്യലാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, പല രേഖകളും അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ഒരു വാർത്ത വന്ന് കുറച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. എമ്പുരാൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അതിലെ നടനും കൂടിയായിട്ടുള്ള പൃഥ്വിരാജിന് ഇൻകം ടാക്സിന്റെ നോട്ടീസ് ലഭിക്കുകയാണ്. അതിപ്പോഴാണ് വാർത്തകളായിട്ട് വരുന്നത്. പക്ഷേ ഇൻകം ടാക്സ് പറയുന്നത് അത് മാർച്ച് 29-ന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ ഈ മാസം അവസാനിക്കുന്ന 29 വരെ അതിന് മറുപടി നൽകാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുമ്പോൾ വലിയ രീതിയിൽ ഇത് എമ്പുരാൻ എഫക്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അതെ അതെ, എല്ലാം 27-ാം തീയതി എമ്പുരാൻ ഇറങ്ങുന്നു, 29-ാം തീയതി പൃഥ്വിരാജിന് നോട്ടീസ്. ഇപ്പുറത്ത് സിനിമ ഇറങ്ങി ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള ഗോകുലം ഗോപാലിനും നോട്ടീസ് നൽകുന്നു. ഗോകുലത്തിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തുന്നു. ഇത് തന്നെയാണ് എല്ലാവരും കണക്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ ചില പൊരുത്തക്കേടുകൾ കൂടിയുണ്ട്. ഒരുപക്ഷെ സമയം ഒരു കോയിൻസിഡൻസ് ആയെന്ന് തന്നെ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഇത് സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ, മലയാളികളൊക്കെ ഉറപ്പായും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുക. സിനിമയിലൊരു സീനുണ്ട്, അതായത് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഒരു നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, NIA അയക്കുന്നു. ഞാൻ സിനിമയിലെ കോണ്ടാക്സ്റ്റാണ് പറയുന്നത്. NIA അയക്കുന്നു, NIA എത്തുന്നു, മണി ലോണ്ടറിങ്ങും മറ്റു വിഷയവുമായി ബന്ധപ്പെട്ട് നേതാവിനെ എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ബാർഗെയിൻ ചെയ്യുമ്പോൾ നേതാവിനെ എന്ത് ചെയ്യുന്നു, വിട്ടയക്കുന്നു. സീനൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല NIA-യുടെ ലോഗോ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെതിരെ മറ്റു നടപടി നടക്കുന്നതാണ് കേൾക്കുന്നത്. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സീനുണ്ട്. ഈ ഒരു കോണ്ടാക്സ്റ്റാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താ, ഇപ്പോൾ ED കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കൊച്ചു യൂണിറ്റാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. അവർ ആണ് ഈ പണം ഏകദേശം 1000 കോടിക്ക് പുറത്ത് പണം ഫെമാലംഘനം ചൂണ്ടിക്കാട്ടിയാണ്, വിദേശ നാണയ വിനിമയ ചട്ടം അനുസരിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് വിദേശത്ത് നിന്നും സ്വരൂപിക്കാൻ, പണം സമാഹരിക്കാനായി പാടില്ലാത്ത രീതിയിൽ ഗോകുലം ചിട്ടി എന്നൊരു പേരിൽ സ്ഥാപനം സമാഹരിച്ചു എന്നാണ് അവർ പറയുന്നത്. അതേക്കുറിച്ചുള്ള അന്വേഷണമാണെന്നും പറയുന്നു. ഇത് മാർച്ച് 27-ന് ശേഷം തുടങ്ങിയ അന്വേഷണമല്ല ഒരിക്കലും എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. അതായത് അവർ പറയുന്ന 2017-ലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് ഒരു ഇൻഫർമേഷൻ പങ്കുവച്ചത്. അവരുടെ ഒരു കണ്ടെത്തലായിരുന്നു. അതനുസരിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങി. 2 വർഷത്തിന് ശേഷം 2019-ൽ അന്നൊരു അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റെയ്ഡാണ് ED ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആദ്യം ഇൻകം ടാക്സ് ആയിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത വിവരം അനുസരിച്ച് ED പരിശോധന തുടങ്ങി 2 വർഷത്തിന് ശേഷം അത് 23-ൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന പോലെ റെയ്ഡ് ചെന്നൈയിലെ ഓഫീസിലും അതുപോലെ കോഴിക്കോട് ഓഫീസിലുമായിട്ട് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗോകുലം ഗോപാലിനെയും അതുപോലെ മകനായിട്ടുള്ള ബൈജുവിനെയും, പുള്ളിയാണ് MD, അപ്പോൾ അദ്ദേഹത്തെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇനി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തതും അവിടെ നിന്നും പണം ഏകദേശം 500 കോടിക്ക് പുറത്ത് പണം കഴിഞ്ഞ ദിവസം ED സീസ് ചെയ്തിരുന്നു. അതിൻ്റെ ചിത്രമൊക്കെ ED പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. ED എന്ന രീതിയിൽ അവർ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചുള്ളൊരു ചിത്രം. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. ഇത് എന്താണ്, ആയുധങ്ങളും മറ്റുമൊക്കെ കിട്ടുമ്പോൾ, തീവ്രവാദികളിൽ നിന്ന് പിടിക്കുമ്പോൾ അതും ഇത്തരത്തിൽ വെക്കാറുണ്ട്. അപ്പോൾ ED ഈ പണം സീസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ നോക്കിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഏജൻസി വിലയിരുത്തണ്ട. കാര്യം 2 വർഷം മുമ്പ് 2023-ൽ ഗോകുലം ഗോപാലിനെ സമാനമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ പശ്ചാത്തലത്തിലാണ് ഇത് ഇത്ര വലിയ വാർത്തയായിട്ട്, ഒരു വലിയ ഭൂകമ്പമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. അല്ലാതെ പക്ഷം ഇതൊരു സാധാരണ നടപടിയായി മാത്രം നോക്കി കണ്ടാൽ മതി. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഫാബ്രിക്കേറ്റ് ചെയ്ത് കുറേ പണം കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അപ്പം എന്തായിരുന്നാലും ED സംഘത്തിൻ്റെ കയ്യിലുള്ള പണം എടുത്തൊരിക്കലും ഗോകുലം ചിട്ടി ഫണ്ടിലൊന്നും തന്നെ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടന്നിട്ടുള്ള ഏതോ തരത്തിലുള്ള നിയമവിരുദ്ധമായ ഇടപാടുകളായിരിക്കുമെന്നുള്ള സംശയമാണ് ഉയർന്നു വരുന്നത്.
ഇനി പൃഥ്വിരാജിനെ കുറിച്ചുള്ള കാര്യം പറയുകയാണെങ്കിൽ ആ വാർത്തയും ഒന്ന് പരിശോധിക്കാനിടയായി. അതായത് ആ വാർത്തയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പൃഥ്വിരാജിന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ കൊടുത്തിരുന്നു. നേരത്തെയും ഇഡിയുമായി ബന്ധപ്പെട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ, അതായത് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി പൃഥ്വിരാജിന് ഏറ്റവും വേണ്ടപ്പെട്ടാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന്. അതുപോലെ തന്നെ പൃഥ്വിരാജിന് പ്രൊഡക്ഷൻസ് ഉണ്ട്, സുപ്രിയ മേനോനുണ്ട്. അപ്പോൾ നിർമ്മാതാവുന്ന രീതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും പല സാഹചര്യത്തിലും ഇതുപോലെ ഇഡിയുടെയും ആദായനികുതി വകുപ്പിൻ്റെയും ഒക്കെ തന്നെ പരിശോധനകൾക്ക്, റെയ്ഡുകൾക്കും ഒക്കെ തന്നെ വിധേയമാകുന്നതാണ്. നമുക്കറിയാം, മലയാളത്തിൽ തന്നെ ഹിറ്റ് ചിത്രമായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഇപ്പോഴും അത് വിഷയമായി തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ കടുവ, അതുപോലെ തന്നെ ഗോൾഡ്, ജനഗണമന എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള, ജനഗണമന നമുക്കറിയാവുന്നതാണ്, ആ സിനിമ വന്നപ്പോഴും സമാനമായിട്ടുള്ള ആരോപണം ഉയർന്നതാണ്. അപ്പോൾ എന്നിങ്ങനെയുള്ള സിനിമകളിൽ പൃഥ്വിരാജ് പ്രതിഫലമൊന്നും കൈപ്പറ്റിയിട്ടില്ല. പൃഥ്വിരാജ് എന്താ ചെയ്തിട്ടുള്ളത്? ലാഭവിഹിതമാണ് എന്ത് ചെയ്യുന്ന കൈപ്പറ്റുന്നത്. ഇപ്പം പ്രമുഖ നടന്മാരൊക്കെ തന്നെ ചെയ്യുന്നതാണ്. അവർക്കൊന്നും തന്നെ പ്രതിഫലം വേണ്ട. പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞാൽ അത് തുച്ഛമായ ഒരു എമൗണ്ട് ആയിരിക്കും. ഒരുപക്ഷെ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടുകയാണെങ്കിൽ അതിൻ്റെ ലാഭവിഹിതം എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്ന ഭീകരമാണ്. അതുകൊണ്ട് തന്നെ 40 കോടിക്ക് പുറത്ത് രൂപ പൃഥ്വിരാജ് ഇത്രയും സിനിമയിലൂടെ തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരിക്കലും പൃഥ്വിരാജിൻ്റെ ഒരു മൂല്യം വെച്ചിട്ട് പ്രതിഫലം, ഇത് സിനിമയിലെ അഭിനയിച്ചതിൻ്റെ പ്രതിഫലം കൈപ്പറ്റിയാൽ ഈ 40 കോടിയിലേക്ക് എത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 4 സിനിമ കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മലയാള ഇൻഡസ്ട്രിയുടെ നേരായ രീതിയിൽ കൊടുക്കുന്നത് 4 കോടി പോലും എത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ച് 10 ഇരട്ടിയോളം ലാഭം ഈ സിനിമകളിലൂടെ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പണം കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പണം എങ്ങനെ ചെലവഴിച്ചു, ഇതിൽ വേണ്ട രീതിയിലുള്ള ആദായനികുതി ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിനുള്ള നോട്ടീസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചകത്തിടാനോ ഉള്ള നീക്കമൊന്നും തന്നെയല്ല. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് സിനിമയെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ പൃഥ്വിരാജിനെതിരെ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കില്ല എന്നാണോ? ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തില്ല എന്നാണോ? ഉറപ്പായിട്ടും അത് സംഭവിക്കും. കാര്യം ഇതിന് മുമ്പ് സംഭവിച്ചാണല്ലോ. 2023 ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തിയാണല്ലോ. 2019 കേസ് രജിസ്റ്റർ ചെയ്തതാണല്ലോ. 17 ആദായനികുതി വകുപ്പും ഇതേക്കുറിച്ച് അന്വേഷിച്ചാണല്ലോ. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ പരമ്പരയാണ്. ഒരുപക്ഷെ ഇപ്പോൾ അതിന് ഒരു ഫ്യൂല് കിട്ടിക്കാണും എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ കമന്റുകൾ ഇടുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും, ഇപ്പോൾ മനസ്സിലായോ, മറ്റേ സുപ്രിയ മേനോൻ ഒരു തവണ ഒരു കമന്റ് ആളറിഞ്ഞ് കളിക്കണം, അതൊക്കെ വെച്ചുകൊണ്ട് നിരവധി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയാത്തവരായിരിക്കും തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ പോസ്റ്റൊക്കെ ഇടുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പൊ ഇതിൽ ഈ സിനിമയെ അനുകൂലിക്കുന്നവരായിരുന്നാലും പ്രതികൂലിക്കുന്നവരായിരുന്നാലും ഇവർ രണ്ടും പറയുന്ന കാര്യങ്ങളല്ല ശരിയെന്ന് വേണം കുറച്ചുകൂടി മനസ്സിലാക്കാം. അതായത് ഈ കേസിൻ്റെ മുൻപുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടതും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ടും അതുപോലെ ചില വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടില്ലേ? മോഹൻലാലിനെ അന്വേഷണ സംഘം കാര്യങ്ങൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? ആന്റണി പെരുമ്പാവൂരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ആദായനികുതി വകുപ്പും ചില കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ പല മേഖലയുമായി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഇതുപോലെ പല വിഷയങ്ങൾ, ഒന്ന് വിവാദ വിഷയങ്ങൾ, മറ്റൊന്ന് സാമ്പത്തിക വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഞാനായിരുന്നാലും കൃഷ്ണേന്ദു ആയിരുന്നാലും വരവിൽ കവിഞ്ഞ രീതിയിൽ നമുക്കൊരു വരുമാനം കിട്ടുകയാണ്. നമുക്കൊരു മാസം കിട്ടുന്ന വരുമാനത്തിൻ്റെ 10 ഇരട്ടിയോളം പെട്ടെന്ന് നമുക്ക് വന്നു ചേരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നൊരു നോട്ടീസ് നമുക്ക് കിട്ടും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ എനിക്കൊരു മാസം 1 ലക്ഷം രൂപയാണ് ശമ്പളം. പക്ഷേ എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്ന് ഒരു 2-3 മാസം 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദായനികുതി വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് 1 ലക്ഷമാണ് വരവെന്ന് വെച്ചോ, ഞാൻ ചിലവാക്കുന്ന 10 ലക്ഷമാണെങ്കിൽ എനിക്ക് ബാക്കി 9 ലക്ഷം എവിടുന്ന് കിട്ടിയെന്നുള്ളത് അവർക്കറിയേണ്ടതാണ്. അപ്പോൾ ഈ പണം ഇത് എവിടുന്ന്, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അക്കൗണ്ടബിളാണ്, ഇതൊക്കെ പറയേണ്ടതാണ്, അവർക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തേണ്ടതുമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ ഭയപ്പെടേണ്ടതോ പേടിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇഡി ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, വിവരം എന്ന് പറയുന്ന മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി നിയമവിരുദ്ധമായിട്ടാണ് പ്രവാസികളുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് പറയുന്നത്. ഏകദേശം 600 കോടിക്ക് അടുത്ത് 593 കോടി രൂപ ഇത് കൈപ്പറ്റുകയും ഇതിനുശേഷം ഈ പണത്തിൻ്റെ ലാഭവിഹിതമായിരിക്കണം അത് പ്രവാസികൾക്ക് തിരികെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും അക്കൗണ്ട് വഴിയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അയച്ചു കൊടുത്തിരിക്കുന്നത് തികച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിൽ ബാങ്കുകൾക്കും അതുപോലെ തന്നെ NBFCകൾക്കും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് RBI കൊടുത്തിട്ടുണ്ട്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം ആർക്കും തന്നെ ചെയ്യാനായി സാധിക്കില്ല. നമുക്കറിയാവുന്നതാണ് കിഫ്ബി അടക്കമുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടുപോയത് എന്നുള്ളത്. നമുക്ക് മറ്റേ മസാല ബോണ്ടൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. പണം സമാഹരിക്കാനും നമുക്ക് പലതരത്തിലുള്ള ലിമിറ്റേഷനുകളുണ്ട്. ഇപ്പോൾ ചിട്ടി കമ്പനികളായിരുന്നാൽ പോലും ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പല വിവാദങ്ങളും ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനൊക്കെ തന്നെ ഒരു മൂക്ക് കയറിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് RBI ഫെമ ചട്ടങ്ങളുടെ തികഞ്ഞ ലംഘനം ഇതിലൂടെ ED ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ 1.5 കോടി രൂപയും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻസും ഒക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്യുമെൻസിലൂടെയാണ് ഈ 1000 കോടിക്ക് അടുത്ത് വരുന്ന ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായിരുന്നാലും ഇതിൽ കൃത്യമായ മറുപടി നൽകാനായി സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറ്റൊരു സംശയം കൂടി ഉയരുന്നത് ഗോകുലം ഗ്രൂപ്പിൻ്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലേക്കും പോകും എന്നുള്ളതാണ്. അപ്പോൾ ഗോകുലം മൂവീസിലേക്ക് എത്തുമ്പോൾ എമ്പുരാന് കിട്ടിയ ഫണ്ട് എവിടെ നിന്നാണെന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. നേരത്തെ തന്നെ പല ആരോപണങ്ങളും പൃഥ്വിരാജിന് നേരിടേണ്ടി വന്നിരുന്നു. അതിലും ഭീകരമായ ആരോപണം ഒരുപക്ഷെ ഗോകുലത്തിൻ്റെ കാര്യത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഭയപ്പാടും ഈ സാഹചര്യത്തിൽ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും ഇപ്പോൾ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത 2-3 വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ പേരിലുള്ള അന്വേഷണം മാത്രമാണ്, അല്ലാതെ പുതുതായി എടുത്ത ഒരു കേസല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും.